ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാട്ടോ. ഇന്നലെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല സുന്ദരനായിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ ധാരാളമായിട്ട് അണിഞ്ഞിട്ടുള്ള ഉണ്ണി ഊഞ്ഞാലിരുന്നിട്ട് നല്ല ഉഷാറായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ശരീരപ്രകൃതിയൊക്കെയാണ്. വയറൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് നീതിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഭഗവാന്. നല്ല സന്തോഷവും മുഖത്തുണ്ട്, കുറച്ച് ഗമയുണ്ട്. കാരണം പുതിയ മേൽശാന്തിനെ അന്ന് ലഭിക്കൂലോ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. പലരും മേൽശാന്തി ആരായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അകത്ത് യാതൊരുവിധ സങ്കടവും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആകാംക്ഷയോ ഒന്നുമില്ല. കാരണം ഭഗവാൻ എല്ലാം അറിയാം. ഭഗവാനാണ് എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത്. തനിക്ക് ആരായിരിക്കണം അടുത്ത മേൽശാന്തി എന്നുള്ളത് ഭഗവാന് നല്ല നിശ്ചയമുണ്ട്. അപ്പം എല്ലാം അറിയുന്നവനാണ് ഞാൻ. എൻ്റെ അറിവോട് കൂടിയിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം അങ്ങനെ ഒരു ഗമയൊക്കെ ഉണ്ടാകുമല്ലോ. എല്ലാം അറിഞ്ഞ ആ ഒരു ഭാവം അങ്ങനെ ഇരുന്നിട്ടാണ് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കും നമ്മുടെ മനസ്സിലേക്കും കൂടെ കൊണ്ടുവരണം. അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതെല്ലാം ഭഗവാന്റെ ഇച്ഛയോട് കൂടി ആകണം നടക്കേണ്ടത്. ഭഗവാൻ എന്താണ് ഇഷ്ടം അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതേ നമുക്ക് ഭഗവാൻ നൽകുകയും ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം എല്ലാം ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ആ ഊഞ്ഞാലാടുന്ന ഉണ്ണി നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ആനന്ദം നൽകട്ടെ കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയാണ്, നന്ദ്യാർവട്ടുണ്ട്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയാണ്. പിന്നെ ഒരെണ്ണം തെച്ചിയും നന്ദ്യാർവട്ടും കൂടി കോർത്തിട്ടുള്ളതാണ്. 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും, ഭഗവാന്റെ പ്രിയപ്പെട്ട തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം താമരയും തുളസിയും കൂടിയായിരുന്നു കോർത്തുണ്ടായിരുന്നത്. നടുക്കാണ് സർവാഭരണ വിഭൂഷിതനായിട്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു പീലി, അത് നല്ല ഉയർന്നിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അത് കാണാനും ഉണ്ടായിരുന്നു. നെറ്റിയിലൊരു ഗോപീതിലകം, കാതുപൂക്കളുണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള പുഞ്ചിരി അതുകൂടെ ഉണ്ട് കേട്ടോ. നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത്. മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാലയുടെ ചുവടെയായിട്ട് ഒരു ലോക്കറ്റ് പോലെ, അതൊരു സ്വർണ്ണപ്പൂവാണോ സ്വർണ്ണത്തിലകമാണോ, ലോക്കറ്റ് പോലെയാണ് തോന്നുക. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ ഊഞ്ഞാലിന്റെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു ഊഞ്ഞാൽപ്പടിയിൽ ഇരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുക. വയറൊക്കെ കുറച്ച് വീർത്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരയിലെടുത്ത ഭാഗത്തായിട്ട് പൊന്നോടക്കുഴലും തിരികെ വെച്ചിട്ടുണ്ട്. അതെപ്പോഴും കൈവിട്ട് കളയാറില്ല, അത് കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. പിന്നെ കുഞ്ഞി കാലുകളിലൊക്കെ കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ട് മനോഹരമായിട്ടാണ് ഊഞ്ഞാലാട്ടം ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങൾ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.